സർജറിയും കാര്യങ്ങളൊക്കെ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞു. മാഷാഅള്ളാ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സർജറി കഴിഞ്ഞതിന് ശേഷമുള്ള പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ യൂഷ്വലി ഉണ്ടായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 8 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടായിരുന്നു. ചെയ്ത് കഴിക്കാൻ പറഞ്ഞ മെഡിസിൻ ഞാൻ വായിലിട്ട് അലിയിച്ച് കഴിഞ്ഞതുകൊണ്ട് എൻ്റെ വായിൽ മുറിയായിട്ടുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്ത് കഴിക്കണമെന്ന്. ഞാനത് കേട്ടില്ല, അതിൻ്റെയാണ്. പിന്നെ നമ്മൾ ബോഡിയൊക്കെ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കണം, വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ പതിവ് വിസിറ്റർ എന്നും നമ്മളെ വന്ന് കാണാറുണ്ട്. എന്നെ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പോയിട്ട് കാണാറുണ്ട്. അപ്പോൾ കുറേ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറ്റിയെന്ന്. എനിക്ക് ഹൈബർനോമ എക്സ്റ്റൻഷൻ സർജറി കഴിഞ്ഞതാണ്. അതെന്താ നിങ്ങൾ എന്നോട് ചോദിക്കരുത്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം സന്ദർഭം എനിക്കില്ല. നിങ്ങൾ എന്തായാലും പറ്റുന്നവരൊക്കെ പോയി ഗൂഗിൾ ചെയ്ത് നോക്കുക, അപ്പോൾ അതിലേക്ക് മനസ്സിലാവും. ഹോസ്പിറ്റലിൽ നമ്മളൊരു 8 ദിവസം കിടന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും വീഡിയോ കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. കാര്യം എനിക്ക് കുറച്ച് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചില ദിവസങ്ങളിൽ ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നതിൻ്റെ പൊലിവാണ് ഇപ്പോൾ എൻ്റെ മുഖത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഹോസ്പിറ്റലിൽ നമ്മൾ കുറേ പേരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, അറിയുന്നവരും അറിയാത്തവരൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവരെയും കണ്ടു, പരിചയപ്പെട്ടു, എല്ലാവരോടും ടാറ്റ ബൈ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മൾ സിസ്റ്റർ വന്ന് നമ്മുടെ കയ്യിലെ കാര്യങ്ങളൊക്കെ അയച്ചു. വീട്ടിലെത്തി. അങ്ങനെ കുറച്ച് നടന്ന് ബൈ ബൈ.